1999 EK നായനാർ തുടങ്ങി പിന്നീട് ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ എന്നിവർ കൊണ്ടുവരാൻ ശ്രമിച്ച മെട്രോയുടെ സ്വപ്ന സാക്ഷാത്കാരം 2017 ജൂൺ 17 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ അഭ്യർത്ഥന പ്രകാരം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഏകദേശം 5000 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച മെട്രോയെ ഇന്ന് ഈ കാണുന്ന രീതിയിൽ എത്തിക്കുവാൻ സഹായിച്ച അതിന്റെ അമരക്കാരനായ ശ്രീധരനെയും അതുപോലെ മെട്രോയുടെ നിർമ്മാണത്തിൽ അധ്വാനിച്ച തൊഴിലാളികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. കൊച്ചി മെട്രോയുടെ കൂടെ തന്നെ അതിന്റെ ഒഫീഷ്യൽ ആപ്പായ കൊച്ചി വണ്ണും എല്ലാം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്ലേ സ്റ്റോറിൽ ഇറങ്ങിയ ഒരു ആപ്പിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. പ്ലേ സ്റ്റോറിൽ കൊച്ചി മൈ മെട്രോ, കൊച്ചി മെട്രോ കമ്പാനിയൻ, കൊച്ചി മെട്രോ റൂട്ട്സ് ഇങ്ങനെ നിരവധി ആപ്സ് ഉണ്ടെങ്കിലും നമുക്ക് മാതൃഭൂമിയുടെ കൊച്ചി മൈ മെട്രോ എന്ന ആപ്പിനെ കുറിച്ച് പരിചയപ്പെടാം. ടെക് ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദേശം 9 MB മാത്രമുള്ള ഈ ആപ്പിൽ ആദ്യം കാണുന്ന പേജ് ഇതാണ്. ഇന്റർനെറ്റിലൂടെ ലൈവ് അപ്ഡേറ്റ്സ് തരുന്ന ഈ ആപ്പിൽ എബൌട്ട് പേജിൽ പോയാൽ നമുക്ക് കൊച്ചി മെട്രോയുടെ വിശദ വിവരങ്ങളും സവിശേഷതകളും എല്ലാം അറിയുവാൻ സാധിക്കും. സ്റ്റേഷൻസ് എന്ന ഫീച്ചർ എടുക്കുമ്പോൾ നമുക്ക് എവിടെയെല്ലാം സ്റ്റോപ്പുകൾ ഉണ്ടെന്നും അതുപോലെ തന്നെ സ്റ്റേഷനുകളുടെ സവിശേഷതകളും അറിയുവാൻ സാധിക്കും. ട്രെയിൻ എന്ന ബട്ടണിൽ നിന്നും കൊച്ചി മെട്രോ ട്രെയിനിന്റെ ഉൾവശം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഫെയർ, ടിക്കറ്റ് എന്നീ ബട്ടണുകൾ ഒരു സ്റ്റേഷൻ മുതൽ അടുത്ത സ്റ്റേഷൻ വരെയുള്ള ടിക്കറ്റ് നിരക്കുകൾ അറിയുവാൻ സാധിക്കും. മെട്രോയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഈ ആപ്പ് ഏതൊരു മെട്രോ യാത്രികനും ഉപകാരപ്പെടും. എന്നാൽ വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡേറ്റ ഇല്ലെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല എന്നൊരു പോരായ്മ ഇതിനുണ്ട്. ഇന്റർനെറ്റ് ബ്രൗസറിൽ നിന്ന് തന്നെ ഈ ആപ്പിൽ വരുന്ന എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കുമെങ്കിലും എല്ലാ വിവരങ്ങളും ഒരുമിച്ച് നൽകുന്ന ഈ ആപ്പ് ചിലർക്കെങ്കിലും ഉപകാരപ്പെടും. കൊച്ചി വൺ സ്മാർട്ട് കാർഡുമായി ബന്ധിപ്പിച്ച് ഒഫീഷ്യൽ ആപ്പായ കൊച്ചി വൺ വരുന്നതുവരെ കൊച്ചി മെട്രോയും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പരാമർശിച്ച മറ്റ് ആപ്പുകളും മെട്രോ ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നന്ദി. തുടർന്നും മറ്റു വീഡിയോകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.